ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 12ൻ്റെ ചാപ്റ്റർ 3 ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രിയുടെ പാർട്ട് 3 വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുമ്പത്തെ 2 പാർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, പ്ലേലിസ്റ്റിലും ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാം കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മോളാർ കണ്ടക്ടൻസും ഇക്വലന്റ് കണ്ടക്ടൻസും. സോ ഡൈല്യൂഷനിൽ ഒരു സ്ട്രോങ് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് അതെങ്ങനെയാ വേരി ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡൈല്യൂഷൻ കൂടിക്കഴിഞ്ഞാലോ കുറഞ്ഞു കഴിഞ്ഞാലോ, ആസ് എ ഡൈല്യൂഷൻ വേരീസ്, ഹൗ ദീസ് മോളാർ കണ്ടക്ടൻസ് ആൻഡ് ഇക്വലന്റ് കണ്ടക്ടൻസ് വേരീസ് ഫോർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. ഇലക്ട്രോലൈറ്റ്സ് സ്ട്രോങ്ങോ വീക്കോ ആയാൽ എങ്ങനെ അത് മാറുന്നു ഉള്ളതാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ നമ്മൾ നോക്കാൻ പോണത്. അപ്പം ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? അതായത് നമുക്ക് y ആക്സിസിൽ ലാംഡ മോളാർ, അത് ഇക്വലന്റ് ആവാം, വോട്ടെവർ ഇറ്റ് മേ ബി, ലാംഡ മോളാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവിടെ എക്സ് ആക്സിസിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ട്. ഓക്കെ, റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ എന്നാണ് എടുത്തേക്കുന്നത്. അപ്പൊ സ്ട്രോങ് ആണെങ്കിൽ ഇങ്ങനെ താഴോട്ടേക്ക് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനും, ആൻഡ് വീക്ക് ആണെങ്കിൽ ഇത് ഇങ്ങനെയുള്ളൊരു കർവാണ്. നമ്മളിപ്പോ ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് മോളിന്ന് താഴോട്ട് വന്ന് പിന്നെ ഒരു ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആയി പോകുന്ന രീതിയിലുള്ളൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ നോക്കേണ്ട പഠിക്കേണ്ട രീതി ലെഫ്റ്റ് ടു റൈറ്റ് അല്ല, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അത് ഞാൻ പറഞ്ഞു തരാം. അതായത് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട്, ദ വാല്യൂ ഓഫ് സ്പെസിഫിക് കണ്ടക്ടൻസ് ഓർ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ. ഡൈല്യൂഷൻ കൂട്ടും തോറും ഒരു സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി കുറയും എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺസെൻട്രേറ്റഡ് ആവുക, ഡൈല്യൂട്ടഡ് ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതാണ് ആദ്യം അറിയേണ്ടത്. അപ്പോൾ ഡൈല്യൂട്ട് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ സാധാ കേൾക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ആക്കും. അതായത് വെള്ളം ഒഴിച്ച് അതിന്റെ ഇപ്പൊ മെഡിസിൻ എടുക്കാന്ന് വിചാരിക്കുക. ഒരു മെഡിസിൻ എടുത്തു, ഒരു മരുന്ന് എടുത്തു. ആ മരുന്നിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് അതിനെ ഡൈല്യൂട്ട് ആക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? മാക്സിമം അതിൽ ഡിസോൾവ് ആക്കുക. അപ്പോൾ എന്തുണ്ടാവും? വെള്ളത്തിന്റെ അംശമായിരിക്കും കൂടുതൽ, ആൻഡ് മറ്റേ കണ്ടന്റ്, നമ്മുടെ മരുന്നിന്റെ കണ്ടന്റ് കുറവായിരിക്കും. ഡൈല്യൂട്ട് ചെയ്ത് നല്ലോണം ഡൈല്യൂട്ട് ചെയ്ത് അതിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക. കോൺസെൻട്രേഷൻ കുറയുമ്പോഴാണ് ഡൈല്യൂഷൻ കൂടുന്നത്. ആൻഡ് കോൺസെൻട്രേഷനും ഡൈല്യൂഷനും എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അത് ആലോചിച്ചാൽ മതി. കോൺസെൻട്രേറ്റഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മരുന്നിന്റെ കണ്ടന്റ് ആ ഒരു സൊല്യൂഷനിൽ കൂടുക എന്നുള്ളതാണ്. ഡൈല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലുള്ള വെള്ളമോ എന്ത് സോൾവെന്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ സോൾവെന്റിന്റെ കണ്ടന്റ് കൂടുമ്പോഴാണ് ഡൈല്യൂട്ടഡ് ആവുന്നത്. ഓക്കെ, കോൺസെൻട്രേറ്റഡ് ആവാന്ന് പറഞ്ഞാൽ ആ സൊല്യൂട്ടിന്റെ കണ്ടന്റ് കൂടുമ്പോഴാണ് അവിടെ കോൺസെൻട്രേഷൻ കൂടുന്നത്. ഓക്കെ, അപ്പൊ ഒരു കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കേണ്ടത്? അതിൽ ഉപ്പിന്റെ അംശം കൂടുതലായിരിക്കും ആ സൊല്യൂഷനിൽ. എന്നാൽ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിൽ വെള്ളത്തിന്റെ എമൗണ്ട് ആയിരിക്കും കൂടുതൽ, സോൾട്ടിന്റെ കണ്ടന്റ് കുറവായിരിക്കും. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പൊ ഈ 2 വാക്കാണ് കുറച്ച് നമുക്ക് കൺഫ്യൂസിങ് ആവുക, ആൻഡ് അത് തന്നെയാണ് നമുക്ക് ഇവിടെ തെറ്റ് വരാനുള്ള ചാൻസ്. എപ്പോഴും നമ്മൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കണക്കാക്കുക, പക്ഷെ അങ്ങനെയല്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ വി നീഡ് ടു ഗോ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, ആൻഡ് ദിസ് ടേം ഓവർ ഹിയർ ഇസ് കോൺസെൻട്രേഷൻ. സോ ലെഫ്റ്റ് ടു റൈറ്റ് പോയി കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടുക എന്നുള്ളതാണ്. നമുക്ക് ഇവരെന്താ പറഞ്ഞേനെ? ഈ കണ്ടക്ടൻസ് എങ്ങനെ ഡൈല്യൂഷൻ അനുസരിച്ച് വേരി ചെയ്യണു എന്നുള്ളതാണ് നമുക്ക് നോക്കണ്ടേ. അപ്പൊ ഡൈല്യൂഷൻ വേണമെങ്കിൽ ഇഫ് വി ഗോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, വാട്ട് ഹാപ്പൻസ്? ഡൈല്യൂഷൻ ഡിക്രീസസ് അല്ലെ. നമുക്ക് സാധാരണ നമ്മൾ എന്തൊരു കാര്യം പറയുമ്പോഴും കൂടി വരുമ്പോ എങ്ങനെ വേരി ചെയ്യണു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അപ്പം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ടേം ആണ്, ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ ഡിപെൻഡന്റ് ആയിട്ടുള്ള ടേം ആണ്. അതായത് നമ്മളൊരു അത് നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഗ്രാഫ് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സിസും ആയിരിക്കും നമ്മൾ മെയിൻലി എടുക്കുന്ന ആക്സിസുകൾ. അപ്പൊ അതിൽ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടേം ഏതാണോ അതാണ് എക്സ് ആക്സിസിൽ വരിക, ആൻഡ് വൈ ആക്സിസിൽ വരുന്നത് ഡിപെൻഡന്റ് ആയിട്ടുള്ള ടേം ആണ്. അതായത് ഇപ്പൊ നമ്മൾ ടൈമും വെലോസിറ്റിയും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം എപ്പോഴും നമ്മൾ ഗ്രാഫിനെ നെയിം ചെയ്യുമ്പോൾ വൈ വേഴ്സസ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് നെയിം ചെയ്യുക. അപ്പം വൈ ആക്സിസിൽ വരെ എപ്പോഴും ഡിപെൻഡന്റ്, അതായത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളായിരിക്കും വൈയിൽ വരിക, വൈ ആക്സിസിൽ വരിക. ആൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തം കാര്യം നോക്കി പോകുന്ന ആളായിരിക്കും.
അപ്പൊ നമ്മളൊരു ടൈം വേഴ്സസ് വെലോസിറ്റി ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും വെലോസിറ്റി y ആക്സിസിലാണ് വരിക ആൻഡ് ടൈം വിൽ ബി ഓൺ x ആക്സിസ്. കാരണം എന്താ, സമയം ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സമയം സമയത്തിന്റെ വഴിക്ക് പോവാണ്. പക്ഷേ സമയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആര് നിൽക്കുന്നത്, വെലോസിറ്റി നിൽക്കുന്നത്. കാരണം എന്താ, വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, അപ്പോ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് ബൈ ടി എന്നാണ്. അപ്പൊ അത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും ഡിപ്പെൻഡ് ചെയ്തോട്ടെ, ഇൻവേഴ്സ്ലി ആയാലും ഡയറക്ട്ലി ആയാലും എങ്ങനെ വേരി ചെയ്താലും ടൈമിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് വെലോസിറ്റി. സോ ഡിപ്പെൻഡിങ് ഫാക്ടർ ഏതാണോ അതാണ് നമ്മുടെ y ആക്സിസിൽ വരിക ആൻഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് x ആക്സിസിൽ വരിക. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൈല്യൂഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ, ഇവിടെ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ ആണത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കോൺസെൻട്രേഷന്റെ കാര്യം നോക്കി നിൽക്കുകയാണ്, കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാണ് അല്ലെ. പക്ഷെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറെ ആൾക്കാർ മൂവ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കണ്ടക്ഷൻ തരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് എന്ത് വരുന്നത്, മോളാർ കണ്ടക്ടൻസോ ഇക്വലന്റ് കണ്ടക്ടൻസോ എവിടെ വരുന്നത്, y ആക്സിസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അത് ആ ഒരു ഡൗട്ടും കൂടി ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് വന്നിരുന്ന ഡൗട്ട് ഒക്കെ ആയിരുന്നു ഇത്. സോ അതാണ് ഞാൻ നിങ്ങൾക്കും ക്ലിയർ ചെയ്ത് തന്നെ. മോർ ഓവർ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിന് മാത്രമായിട്ട് വേണമെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നേട്ട് തരാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായി, ആ ഒരു കാര്യം ക്ലിയർ ആയി. അപ്പൊ y ആക്സിസും x ആക്സിസിലും ആരൊക്കെ വരും എന്നുള്ള കൺഫ്യൂഷനും മാറി, ഡൈല്യൂഷനും കോൺസെൻട്രേഷനുള്ള കൺഫ്യൂഷൻ മാറി, എങ്ങനെ ഇത് പഠിക്കണം എന്നുള്ള കൺഫ്യൂഷനും മാറി. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കാം. അപ്പൊ സ്ട്രോങ് ആണ് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇട്ടത്, വീക്ക് ആണ് ഒരു കർവ് പോലെ വന്നത്. ഇനി നമുക്ക് ഇവിടെ പറഞ്ഞത് എന്താ, ഡൈല്യൂഷൻ കൂടും തോറും കണ്ടക്ടിവിറ്റി കുറയും. നോക്കാം. അതായത് ഡൈല്യൂഷൻ കൂടുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ലെഫ്റ്റ്, നമ്മൾ നോർമലി പോകുന്ന പോലെ ലെഫ്റ്റ് ടു റൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, കോൺസെൻട്രേഷൻ കൂടാണ് അല്ലെ. ഇവിടെ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ 5, 10, 15, 20 ആയിട്ടെങ്കിൽ കോൺസെൻട്രേഷൻ കൂടി വരികയാണ് അല്ലെ, ആസ് വി ഗോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഡൈല്യൂഷൻ അപ്പൊ എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നുണ്ടാവുക, ആസ് വി ഗോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് കോൺസെൻട്രേഷൻ കൂടുന്ന കാരണം ഡൈല്യൂഷൻ എന്താവും, കുറയായിരിക്കും. നമുക്ക് ഇവിടെ എന്താ പറഞ്ഞാണ്, ഡൈല്യൂഷൻ കൂടുന്നതിനനുസരിച്ചിട്ടെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നെയാണ്, അല്ല ക്വസ്റ്റ്യനിലല്ല നമ്മൾ പോയിന്റ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യണം, റൈറ്റ് ടു ലെഫ്റ്റ് പോകണം. ഓക്കെ, അപ്പൊ റൈറ്റ് ടു ലെഫ്റ്റ്, ആസ് വി മൂവ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ഡൈല്യൂഷൻ കൂടുന്നു. അപ്പൊ അതിനനുസരിച്ച് ഓരോരുത്തരും എങ്ങനെ വേരി ചെയ്യുന്നത്, കണ്ടക്ടൻസ് ഡിക്രീസ് ആവുകയാണെന്നാണ് പറയുന്നത്. കണ്ടക്ടൻസ് ഡിക്രീസ് ആവുക. ഇനി എങ്ങനെ അങ്ങനെ ആവണു എന്നുള്ളതാണ് നോക്കണ്ടേ. അപ്പം സ്പെസിഫിക് കണ്ടക്ടൻസ് ഇസ് ദി കണ്ടക്ടൻസ് ഓഫ് 1 cc സൊല്യൂഷൻ. ഒരു cc സൊല്യൂഷൻ, അതായത് 1 സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 മില്ലി ലിറ്റർ സൊല്യൂഷന്റെ കണ്ടക്ടൻസിനെയാണ് നമ്മൾ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കണ്ടീഷൻ ലെങ്ത് 1 സെന്റിമീറ്ററും ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയറും ആണെങ്കിൽ. അപ്പൊ ഡൈല്യൂഷൻ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആ യൂണിറ്റ് വോളിയത്തിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയും അല്ലെ. അങ്ങനെയാണ് കണ്ടക്ടൻസ് കുറയുന്നത്. അതായത് നമ്മളൊരു സാധനത്തിൽ ഡൈല്യൂട്ടഡ് ആക്കും തോറും നമ്മളൊരു കണ്ടെയ്നർ എടുത്തു. അപ്പൊ ആ കണ്ടെയ്നറിൽ എന്തുണ്ട്, കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരു കണ്ടെയ്നർ എടുത്തു, ആ കണ്ടെയ്നറിൽ നമ്മൾ ആദ്യം ഇത്ര അധികം പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം, കുറേ പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു സോൾട്ട് സൊല്യൂഷൻ എടുക്കാം, NaCl സൊല്യൂഷൻ എടുക്കാം, അതായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന NaCl സൊല്യൂഷൻ എടുക്കാം. അതിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്റെ വരൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ, ഞാൻ പറയുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട് നമ്മുടെ ഈ ഒരു സൊല്യൂഷനിൽ. NaCl ആണ് നമ്മൾ എടുത്തേക്കുന്ന സൊല്യൂഷൻ, ഉപ്പ് വെള്ളം. അപ്പൊ അതില് ആദ്യം നമ്മൾ വെള്ളം എടുത്തു, കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു, ഒരു സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തു. അപ്പൊ കുറച്ച് സംഭവം ഉണ്ടായി. അപ്പൊ അത്ര ഉപ്പേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ, ഒരു സ്പൂൺ ഉപ്പേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഡൈല്യൂഷൻ ആണ് കൂട്ടേണ്ടത്, ഡൈല്യൂട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഡൈല്യൂഷൻ കൂട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വേണം, സോൾവെന്റിനെ കൂടുതൽ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ വീണ്ടും വെള്ളം ആഡ് ചെയ്തു. അപ്പൊ എന്തുണ്ടാവും, സോൾട്ട് എത്ര സോൾട്ട് ആണ് ഇട്ട് അത്ര തന്നെ സോൾട്ട് ഉണ്ടാവും. പക്ഷെ വെള്ളത്തിന്റെ എമൗണ്ട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നമുക്ക് എന്തായിട്ട് തോന്നും, സോൾട്ടിന്റെ അളവ് കുറഞ്ഞ പോലെ തോന്നും. പക്ഷെ സോൾട്ടിന്റെ അളവ് കുറയുണ്ടോ, ഇല്ല. അത് കമ്പയർ ടു വാട്ടർ, നേരത്തെ ഉണ്ടായിരുന്ന ഇനീഷ്യലി ഉണ്ടായിരുന്ന വാട്ടറിന്റെ എമൗണ്ടിന് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞു. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ ആദ്യം ഒരു കണ്ടെയ്നർ എടുത്തു, ആ കണ്ടെയ്നറിൽ സോൾട്ട് ഒരു സ്പൂൺ ഒഴിച്ചു, വെള്ളം ഒരു കപ്പ് ഒഴിച്ചു, സോൾട്ട് സൊല്യൂഷനായി. അപ്പൊ ആ സൊല്യൂഷനിൽ ഇപ്പൊ നമ്മുടെ സോൾട്ട് ഒരു സ്പൂണും വെള്ളം ഒരു കപ്പും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും വെള്ളം ആഡ് ചെയ്യാണ്.
അപ്പൊ എന്താണ്, സോൾട്ടിന്റെ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലെ. വെള്ളത്തിന്റെ എമൗണ്ട് കൂടി വരുന്നു, സോൾട്ടിന്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നു. വീണ്ടും വെള്ളം ആഡ് ചെയ്തു, അപ്പൊ അങ്ങനെ ഡൈല്യൂട്ടഡ് ആക്കുകയാണ്. സോൾവെന്റിന്റെ എമൗണ്ട് കൂടി കൂടി വരികയാണ്, അപ്പൊ ഡൈല്യൂഷൻ കൂടി കൂടി വരികയാണ്. അങ്ങനെ ഡൈല്യൂട്ടഡ് ആവും തോറും എന്തുണ്ടാവും, ആ ഒരു യൂണിറ്റ് വോളിയത്തില് ഈ നമ്മുടെ സോൾട്ടിന്റെ എമൗണ്ട്, സോൾട്ടിന്റെ എണ്ണം കുറയണു അല്ലെ. സോൾട്ടിന്റെ എണ്ണം കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ അയോൺസിന്റെ മൂവ്മെന്റ് കുറയാന്നല്ലേ. അയോൺസിന്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം മൂവ് ചെയ്യണു എന്നുള്ളത് കുറയും, അപ്പൊ നമ്മുടെ കണ്ടക്ടൻസ് കുറയില്ലേ. അത്രയാണ് ഉദ്ദേശിച്ചത്. അതാണ് ഇവിടെ എഴുതിയാണ് കണ്ടക്ടൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ. ഡൈല്യൂട്ട് ആക്കും തോറും നമ്മുടെ ആ സൊല്യൂട്ടിന്റെ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും. സോ അതിന്റെ അയോൺസിന്റെ മൂവ്മെന്റ് കുറഞ്ഞു കുറഞ്ഞു വരും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ് ഡിക്രീസസ് ദ കണ്ടക്ടൻസ്. ഇനിയിപ്പോ നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. ലൈക്ക് ഇപ്പൊ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. സോ മോളാർ കണ്ടക്ടൻസ് ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ, ബട്ട് ദാറ്റ് ഇൻക്രീസ് ഇസ് വെരി സ്മോൾ. അതായത് ഇവിടെ ഇപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എപ്പോഴും വി ഗോ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആസ് ഡൈല്യൂഷന്റെ കാര്യമാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നത് അല്ലെ. ഡൈല്യൂഷൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൂടും തോറും എന്താവുന്നുണ്ട്, കൂടുന്നുണ്ട്. ഓക്കെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകും തോറും ഡൈല്യൂട്ടഡ് ആവുന്നുണ്ട്, ഡൈല്യൂഷൻ കൂടുന്നുണ്ട്. അത്രയാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ റൂട്ട് കോൺസെൻട്രേഷൻ എന്ന് കൊടുക്കുക. പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്ത് പറയണം, ഡൈല്യൂഷന്റെ ബേസിസിൽ പറയണം. അപ്പൊ ആസ് വി ഗ്രോ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ഡൈല്യൂഷൻ കൂടുന്നുണ്ട്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസാണ് ആദ്യം എടുക്കുന്നത്. അപ്പൊ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് പോകുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്, ഡൈല്യൂഷൻ കൂടുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ദേ നോക്കൂ, ഈ കർവ് മുകളിലേക്കല്ലേ പോകുന്നത്. അതായത് നമ്മൾ ഇവിടെ ഇപ്പൊ ഒരു വാല്യൂയുടെ ഒരു 10 ആണെന്ന് വിചാരിക്കും. ഇപ്പൊ 10, 20, 30, 40 പറഞ്ഞിട്ട് മുകളിലേക്ക് കൂടുകയല്ലേ ചെയ്യുക. ഇവിടുന്ന് 0 തുടങ്ങി 0, 10, 20, 30, 40 എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോണു. ആൻഡ് ഇവിടെ 5, 10, 20 അങ്ങനെ പറഞ്ഞിട്ട് പോണു. അപ്പൊ നമ്മുടെ ഡൈല്യൂഷൻ റൈറ്റ് ടു ലെഫ്റ്റ് ഒന്ന് കൂടി വരികയാണ്. ആൻഡ് താഴേന്ന് മുകളിലേക്ക് y ആക്സിസിലേക്ക് പോകുമ്പോഴും അതിന്റെ വാല്യൂം കൂടി വരികയാണ് കണ്ടക്ടൻസിന്റെ. ഇപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ഡൈല്യൂഷൻ കൂടും തോറും ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസും കൂടുന്നുണ്ട്. പക്ഷെ ആ ഒരു ഇൻക്രീസ് വളരെ ചെറുതാണ് അല്ലെ. കാണിച്ചു തരാം. അതായത് ഇവിടുന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് ഇവിടം വരെ പോകുന്നുണ്ട് ആണല്ലോ. പക്ഷെ ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു ഇൻക്രീസ് അത് വളരെ ചെറുതല്ലേ അല്ലെ. ആകെ ഇത്ര മാത്രമേ ഇൻക്രീസ് ആവുന്നുള്ളൂ ആണല്ലോ. ഈ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണല്ലോ, ഇത്ര മാത്രമേ ഇൻക്രീസ് ആവുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റ് നിന്ന് ലെഫ്റ്റ് വരെ പോകുന്നുണ്ട്, ഇവിടുന്ന് വരെ പോകുന്നുണ്ട്. അപ്പൊ എന്തുണ്ടാവുന്നുണ്ട്, ഡൈല്യൂഷൻ കൂടുന്നുണ്ട്. പക്ഷേ ഈവൻ ദോ നമ്മുടെ എന്താ പറയാ, ഈ മോളാർ കണ്ടക്ടൻസ് കൂടുന്നുണ്ടെങ്കിലും ആ ഒരു ഇൻക്രീസ് കുറവാണ്. ഞാനിപ്പോ ഒരു വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 0 ഉണ്ടെന്ന് വിചാരിക്കാം. 0, 10 ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ്, നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്തോറും ഡൈല്യൂഷൻ കൂടുന്നുണ്ട്. പക്ഷെ കണ്ടക്ടൻസ് കൂടുന്നുണ്ടെങ്കിലും 40 നിന്ന് 50, ഒരു 10 യൂണിറ്റ് മാത്രമേ കൂടിയിട്ടുള്ളൂ. ഓക്കെ, അതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസ്. അപ്പൊ ഇനി എങ്ങനെ അങ്ങനെ വരുന്നു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദി വൺ വിച്ച് ഇസ് കംപ്ലീറ്റ്ലി, ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ഈവൻ അറ്റ് മോഡറേറ്റ് കോൺസെൻട്രേഷൻ. അതായത് കോൺസെൻട്രേഷൻ ഒരു മോഡറേറ്റ് ലെവലിലാണെങ്കിലും കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആവുന്ന ഒരെണ്ണത്തിനെയാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുക. This slight increase in lambda molar on dilution for a strong electrolyte is due to the decrease in ionic attraction. അതായത് ഈ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എന്താണ്, നമ്മുടെ ലാംഡ മോളാർ ഡൈല്യൂട്ടഡ് ആവും തോറും, സൊല്യൂഷൻ ഡൈല്യൂട്ടഡ് ആവും തോറും അവിടെ ലാംഡ മോളാറിൽ ഒരു ചെറിയ ഇൻക്രീസേ വരുന്നുള്ളൂ. അതിന് കാരണം എന്താണെന്നുള്ളത് വെച്ചാൽ നമ്മുടെ അയോൺസിന്റെ അട്രാക്ഷനിൽ കുറവ് വരുന്നത് കൊണ്ടാണ്. അയണിക് അട്രാക്ഷൻ കുറവായതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഈ ഇൻക്രീസ് ഒരു ചെറിയ ഇൻക്രീസ് മാത്രം ആവുന്നത്. ഓൺ ഡൈല്യൂഷൻ, ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്, the inter-ionic attraction decreases, mobility increases. അതായത് ഈ ഡൈല്യൂട്ട് ചെയ്യും തോറും, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, കംപ്ലീറ്റ്ലി അയോൺസ് ആയിട്ട് മാറുന്ന സംഭവമാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അപ്പൊ എല്ലാവരും അയോൺസ് ആയിട്ട് മാറിട്ടോ. അപ്പൊ ഈ അയോൺസുകൾ തമ്മിലുള്ള അട്രാക്ഷൻ ഉണ്ടാവില്ലേ, അയൺ അട്രാക്ഷൻ ഉണ്ടാവില്ലേ, അതാണ് ഇന്റർ അയണിക് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു സൊല്യൂഷനിൽ ഇന്റർ അയോൺസിന്റെ
interaction. അത് attraction അത് കുറയാണ് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ. ആഡ് ചെയ്ത് വെള്ളം ആഡ് ചെയ്ത് നമ്മുടെ സൊല്യൂട്ടിന്റെ എമൗണ്ട് കുറഞ്ഞ് അങ്ങനെ ഇന്റർ അയോൺസിന്റെ അട്രാക്ഷൻ കുറയാണ്. സോ ഇവരുടെ മൊബിലിറ്റി, അതായത് മൂവ് ചെയ്യാനുള്ള കഴിവ്, മൂവ് ചെയ്യാനുള്ള എബിലിറ്റി എന്താണ്, കൂടുകയാണ്. കാരണം കുറേ സ്പേസ് ഉണ്ടല്ലോ. നമ്മൾ ഈ ഒരു കണ്ടെയ്നർ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സൊല്യൂട്ടിന്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൊല്യൂട്ട് കുറച്ചേ ഉള്ളൂ. അപ്പൊ സൊല്യൂട്ട് കുറച്ചേ ഉള്ളെങ്കിൽ എന്തുണ്ടാവും, അതിന് കുറേ സ്ഥലങ്ങൾ ഉണ്ടാവും മൂവ് ചെയ്യാൻ. അപ്പൊ അതിന്റെ മൂവ്മെന്റ് കൂടുകയാണ്. ഓക്കെ, കൂടുന്നുണ്ട്. പക്ഷെ ആസ് സൊല്യൂട്ടിന്റെ എമൗണ്ട് കുറവായ കാരണം അത്രയ്ക്ക് അങ്ങോട്ട് കാണിക്കുന്നില്ല എന്ന് മാത്രം. മനസ്സിലായോ? അപ്പോൾ ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് ലാംഡ മോളാർ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈല്യൂട്ട് ചെയ്യും തോറും കണ്ടക്ടൻസ് കുറയും. ഡൈല്യൂട്ട് ചെയ്യും തോറും കണ്ടക്ടൻസ് കുറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ സൊല്യൂട്ടിന്റെ എമൗണ്ട് കുറയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യും തോറും സൊല്യൂട്ടിന്റെ എമൗണ്ട് കുറഞ്ഞു വരികയാണ്, സോൾവെന്റിന്റെ എമൗണ്ട് കൂടി വരികയാണ്. നിങ്ങൾ സൊല്യൂട്ടിന്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ സൊല്യൂട്ടിന്റെ എമൗണ്ട് കുറഞ്ഞു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ കണ്ടെയ്നറിൽ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയാണ്, അല്ലെ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അയോൺസ് അധികം മൂവ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ കണ്ടക്ടിങ് എബിലിറ്റി കുറഞ്ഞു വരും, ആണല്ലോ. അത്രയാണ് ആ ആദ്യത്തെ പോയിന്റ് പറയുന്നത്. കണ്ടക്ടൻസ് ഡൈല്യൂഷൻ കൂടുന്തോറും കുറയണു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് 2 ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടല്ലോ, സ്ട്രോങ്ങും വീക്കും. അപ്പൊ അതിൽ സ്ട്രോങ്ങിന്റെ കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൈല്യൂഷൻ കൂട്ടും തോറും, ഡൈല്യൂട്ടഡ് ആക്കും തോറും, അതായത് സോൾവെന്റ് കുറെ ആഡ് ചെയ്ത് സൊല്യൂട്ടിന്റെ എണ്ണം കുറയ്ക്കും തോറും എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടെ കണ്ടക്ടൻസിൽ ഒരു ഇൻക്രീസ് വരുന്നുണ്ട്. പക്ഷെ ആ ഇൻക്രീസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ചെറിയൊരു സ്ലൈറ്റ് ഇൻക്രീസ് മാത്രമേ നടക്കുന്നുള്ളൂ. ആ സ്ലൈറ്റ് ഇൻക്രീസിന് കാരണം എന്താണ്, അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറഞ്ഞു വരികയാണ്. അതായത് നമ്മളൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റുള്ള ഒരു സൊല്യൂഷൻ ആണ് എടുത്തേണെ. സോ അവിടെ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് അതിന്റെ ഡൈല്യൂഷൻ കൂട്ടുകയാണ്, ഡൈല്യൂട്ടഡ് ആക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ അയോൺസിന്റെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവമായിരുന്നു, കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആവുന്ന ഒരു സംഭവമാണ്. അപ്പൊ എല്ലാതും എന്തായി, അയോൺസ് ആയിട്ട് മാറി. പക്ഷേ ഇവിടെ അയോൺസിന്റെ അളവ് കുറവാണല്ലോ, സൊല്യൂട്ടിന്റെ അളവ് കുറവാണല്ലോ. സോ ഉണ്ടാവുന്ന അയോൺസിന്റെ അളവും കുറവാവില്ലേ കമ്പയർഡ് ടു ദ സോൾവെന്റ്. അപ്പൊ എന്തുണ്ടാവും, ഇവര് ഈ അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറയും, അല്ലെ? അയോൺസ് കുറച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. അങ്ങനെ എന്തുണ്ടാവും, ഇവർക്ക് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി കൂടും. ലൈക് ദേ ഹാവ് മോർ സ്പേസ്. അപ്പൊ ഡൈല്യൂട്ട് ചെയ്യും തോറും അട്രാക്ഷൻ കുറയും ആൻഡ് മൂവ് ചെയ്യാനുള്ള സ്പേസ് കൂടും. അങ്ങനെ മൂവ് ചെയ്യാനുള്ള സ്പേസ് കൂടിക്കഴിഞ്ഞാൽ കണ്ടക്ടൻസ് കൂടും. പക്ഷെ കുറച്ച് മോളിക്യൂൾസ്, കുറച്ച് അയോൺസ് മാത്രം ഉള്ളത് കൊണ്ട് എന്തില്ല, അത്രയ്ക്ക് വലിയ ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വല്ലാണ്ട് ഷാർപ്പ് ഇതിങ്ങനെ പോരുതിട്ടല്ലോ, വല്ലാണ്ട് പോരുത്. ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെറിയ സ്ലൈറ്റ് ഇൻക്രീസേ നമുക്ക് കണ്ടക്ടൻസിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ കാണാൻ പറ്റുള്ളൂ ഓൺ ഇൻക്രീസിങ് ഡൈല്യൂഷൻ. അപ്പൊ ലാംഡ മോളാർ അറ്റ് 0 കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഫോർ എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി ഡിറ്റർമിൻ. നമുക്ക് 0 കോൺസെൻട്രേഷനിലുള്ളതോ ഇൻഫിനിറ്റ് കോൺസെൻട്രേഷനിലുള്ളതോ, 0 കോൺസെൻട്രേഷനിലോ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലോ ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ മോളാർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ 0 കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് തന്നെയല്ല ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. അതായത് കോൺസെൻട്രേഷൻ തീരെ കോൺസെൻട്രേറ്റഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൊല്യൂട്ടിന്റെ അളവ് കുറവാണ്. ആ ഒരു കണ്ടീഷൻ തന്നെയല്ല ഇൻഫിനിറ്റ് ഡൈല്യൂഷനും ഉള്ളത്. അതായത് നമുക്ക് സോൾവെന്റ് കുറേ ആഡ് ചെയ്തു, അപ്പൊ സൊല്യൂട്ടിന്റെ അളവ് കുറവാണ്. രണ്ടിലും സൊല്യൂട്ടിന്റെ അളവ് കുറവാണ്. അപ്പൊ 0 കോൺസെൻട്രേഷനിലോ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലോ ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ മോളാർ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ 0 കോൺസെൻട്രേഷനിലാണെങ്കിൽ നമുക്ക് അതിന് ലാംഡ മോളാർ റേസ് ടു 0 എന്ന് പറയാം. ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലാണെങ്കിൽ ലാംഡ മോളാർ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറയാം. ഓക്കെ, അങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് ഈ ഗ്രാഫ് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ലിമിറ്റ് വാല്യൂലെത്തും. കണ്ടോ, നമ്മൾ ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് എക്സ്ട്രാപോളേറ്റ് ചെയ്തു, അതായത് കുറച്ചും കൂടി നീട്ടി, എന്നിട്ട് y ആക്സിസിലേക്ക് മുട്ടിച്ചു. അപ്പൊ അതൊരു ലിമിറ്റ് വാല്യൂ എത്തി. അതിനെയാണ് ലാംഡ എം 0 അല്ലെങ്കിൽ ലാംഡ എം ഇൻഫിനിറ്റി. ഡൈല്യൂഷന്റെ കേസിൽ പറയുകയാണെങ്കിൽ അത് ലാംഡ എം ഇൻഫിനിറ്റി ആണ്. കോൺസെൻട്രേഷന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ ലാംഡ എം 0 ആണ്. അപ്പൊ 0 കോൺസെൻട്രേഷനിലോ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലോ ഉള്ള ലാംഡ മോളാർ കാണണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ ഗ്രാഫ് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് y ആക്സിസിൽ മുട്ടിച്ചാൽ മതി.
ഇനി നമുക്ക് അതേപോലെ വീക്ക് ഇലക്ട്രോലൈറ്റിനെ പഠിക്കാനുണ്ട്. അതിന് മുമ്പ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് നമുക്കൊരു ഇക്വേഷനും കൂടി നോക്കാനുണ്ട്. അപ്പൊ ഏതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയാലും അത് ഡി ബൈ ഹക്കൽ ഒൻസേജർ ഇക്വേഷൻ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ലാംഡ സി ഇസ് ഈക്വൽ ടു ലാംഡ 0 മൈനസ് ബി റൂട്ട് സി എന്നാണ്. ലാംഡ സി എന്ന് പറഞ്ഞാൽ ഏതൊരു കോൺസെൻട്രേഷനിലും തന്നിരിക്കുന്ന ഏതൊരു കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടൻസിനെയാണ് ലാംഡ എം സി എന്ന് പറയുക. ലാംഡ എം 0 എന്ന് പറഞ്ഞാൽ 0 കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടൻസ്. ബി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അത് നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണോ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണോ എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ആ കോൺസ്റ്റന്റ് വാല്യൂ വരിക. ഇനി റൂട്ട് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷന്റെ സ്ക്വയർ റൂട്ട്. അത് നമുക്ക് എങ്ങനെ കിട്ടും? ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമുക്ക് y is equal to mx plus c എന്നുള്ള ഒരു കാര്യം അറിയാലോ. അതായത് നമുക്ക് ഏതൊരു ഗ്രാഫ് തന്നാലും അതിൽ വരുന്ന ഒരു ഇക്വേഷൻ ആണിത്, y is equal to mx plus c എന്ന്. അപ്പൊ ഇതില് y എന്ന് പറയുന്നതാണ്, y ആക്സിസിൽ ഇരിക്കുന്നത് ആരാണ്? നമ്മുടെ ലാംഡ എം ആണ്. അപ്പൊ അത് ഏതൊരു കോൺസെൻട്രേഷനിലെയും കാര്യം നമ്മൾ ജനറൽ കേസ് പറയുന്ന കാരണം നമുക്ക് അതിന് എന്ത് പറയാം? ലാംഡ എം സി എന്ന് വിളിക്കാം. അപ്പൊ ആ വൈന്റെ സ്ഥാനത്താണ് ലാംഡ എം സി ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു കോൺസ്റ്റന്റ് ആദ്യം തന്നെ പറയാം. കാരണം ഇവിടെ ആദ്യം കോൺസ്റ്റന്റ് ആണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് കോൺസ്റ്റന്റ് പറയാം. അപ്പൊ കോൺസ്റ്റന്റ് ആണ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രാഫ് ഉണ്ടല്ലോ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കാര്യമായിട്ടാണ് നമ്മൾ പറയണേ. ഗ്രാഫ് എക്സ്ട്രാപ്പൊലേറ്റ് ചെയ്തിട്ട് മുട്ടുന്നത് ആരാണോ അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. കാരണം അവിടെ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അത് നമുക്ക് ഇവിടെ എന്താ? ലാംഡ എം 0 ആണ്. അതായത് 0 കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടൻസ് ആണ്. അതാണ് ഇവിടെ എഴുതിയത്. ഇനി നമുക്ക് എം വേണം. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് സ്ലോപ്പ് അല്ലേ? ലൈക്ക് നമ്മൾ നോക്കുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണല്ലോ. ആൻഡ് അത് നെഗറ്റീവ് ആയിട്ടല്ല പോകുന്നത്. റൈറ്റ് ടു ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആണല്ലോ. സോ അതിന് മൈനസ് ബി എന്ന് കൊടുക്കും. നമ്മൾ പറഞ്ഞു ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഏത് ടൈപ്പ്, സ്ട്രോങ് ആണോ വീക്ക് ആണോ അനുസരിച്ച് ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റിന് അനുസരിച്ചിട്ടാണ് കോൺസ്റ്റന്റ് വരുന്നത്. സോ ആ സ്ലോപ്പ്, ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ബി, മൈനസ് ബി എന്ന് കൊടുക്കും. പിന്നെ എക്സ് ആക്സിസിൽ നമുക്ക് വരുന്നത് റൂട്ട് സി ആണ്. സോ അങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നത്. സിമ്പിൾ ആണ്, കാണാപ്പാടം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഗ്രാഫ് വരയ്ക്കാൻ അറിയെങ്കിലും ഈ y ആക്സിസ് എക്സ് ആക്സിസ് അറിയെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഇക്വേഷൻ കിട്ടുള്ളൂ. ഇതിനെയാണ് ഡി ബൈ ഹക്കൽ ഓൺസേജർ ഇക്വേഷൻ എന്ന് പറയാം. സോ ഏതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനും ഈ ഇക്വേഷൻ ഒബേ ചെയ്യും. ലാംഡ എം സി ഇസ് ഈക്വൽ ടു ലാംഡ എം സി 0 മൈനസ് ബി റൂട്ട് സി. ജസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മൈനസ് ബി ആണ്. അത്ര ആലോചിച്ചാൽ മതി. കാരണം നമ്മൾ ഡൈല്യൂഷന്റെ കണക്കിലാണ് പറയുന്നത്, അതുകൊണ്ട്. So value of B depends on the charge of cation and anion produced by the dissociation of electrolyte. Electrolyte dissociate ചെയ്തിട്ട് കാറ്റയോണിന്റെ ആനയോണിന്റെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ബിന്റെ വാല്യൂ വരുന്നത്. അതാണ് ഏത് ടൈപ്പ് ഇലക്ട്രോലൈറ്റ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയി വിചാരിക്കണം. ഇനി നമുക്ക് അടുത്തത് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കാര്യം നോക്കാം. So the value of lambda m for a weak electrolyte increases with increase in dilution, but the increase is sharp or sudden. അതായത് വീക്ക് ഇലക്ട്രോലൈറ്റിനും എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മൾ ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്യുന്തോറും, ഡൈല്യൂഷൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ? നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് പോവാം. അപ്പൊ റൈറ്റ് ടു ലെഫ്റ്റ് പോകും തോറും വീക്ക് ഇലക്ട്രോലൈറ്റിന് എന്തുണ്ടാവുന്നുണ്ട്? നമ്മുടെ ലാംഡ എം കൂടി വരുന്നുണ്ട്. പക്ഷെ ഒരു സഡൻ ഇൻക്രീസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ പോലെ ഒരു ചെറിയ ഇൻക്രീസ് അല്ല, സഡൻ ഇൻക്രീസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം അതിന് നമുക്ക് എന്താണ് റീസൺസ് എന്നൊക്കെ നോക്കാം. അതിനു മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന്. സോ വീക്ക് ഇലക്ട്രോലൈറ്റ് ഇസ് എ വൺ വിച്ച് ഇസ് ഓൺലി പാർഷ്യലി ഡിസോസിയേറ്റഡ് ഓർ അയണൈസ്ഡ്. അതായത് നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കാര്യം പറഞ്ഞു, അതില് കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്തിട്ടുണ്ടാവും. അതായത് എല്ലാതും അയോൺസ് ആയി മാറിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ എന്താണ്? പകുതി മാത്രമേ അയോൺസ് ആയിട്ട് മാറുന്നുള്ളൂ. അതിനെയാണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. So നമ്മൾ ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്യും തോറും, ഓൺ ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ ഇൻ അഡീഷൻ ടു ദ ഡിക്രീസ് ഇൻ ഇന്റർ അയണിക് അട്രാക്ഷൻ, ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഓൾസോ ഇൻക്രീസസ് ഓൺ ഡൈല്യൂഷൻ. അതായത് നമ്മളിവിടെ ഡൈല്യൂട്ടഡ് ആക്കും തോറും, ആസ് വി ഗോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്താവുന്നുണ്ട്? കുറയുന്നുണ്ട്. അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ പറഞ്ഞു പാർഷ്യലി മാത്രമേ അത് അയണൈസ്ഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഡിസോസിയേഷന്റെ ഡിഗ്രി, അതായത് അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഡിഗ്രി, അതെന്തുണ്ട്? കൂടുന്നുണ്ട്. ഡൈല്യൂട്ട് ചെയ്യും തോറും കൂടുന്നുണ്ട് ആ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ആണല്ലോ, കാരണം അയോൺസിന്റെ എണ്ണം കമ്പയർഡ് ടു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇവിടെ കൂടുതലാണ്. പകുതി മാത്രമേ അയോൺസ് ആയി മാറിയിട്ടുള്ളൂ, ബാക്കി പകുതി അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ
ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ഡൈല്യൂട്ട് ചെയ്യും തോറും അതായത് വെള്ളം കുറെ ആഡ് ചെയ്യാണ്. വെള്ളം ആഡ് ചെയ്യും തോറും ഇവര് അയോൺസ് ആയി മാറുന്നതിന്റെ ഡിഗ്രി, ആ ഒരു പ്രൊപ്പോർഷൻ അത് കൂടുന്നുണ്ട്. അപ്പൊ എന്താവുന്നുണ്ട്, ഡൈല്യൂഷൻ കൂടുമ്പോൾ ഈ കണ്ടക്ടൻസ് വളരെ ഇൻക്രീസ് വരുന്നുണ്ട്, ഒരു വലിയ ഇൻക്രീസ് തന്നെ വരുന്നുണ്ട് കമ്പയർഡ് ടു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. സോ അറ്റ് സീറോ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ദ ഡിസോസിയേഷൻ ഇസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. ഇപ്പൊ സീറോ കോൺസെൻട്രേഷനിലോ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലോ എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഡിസോസിയേഷൻ കംപ്ലീറ്റ് ആവും. സോ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, സഡൻ ഇൻക്രീസ് വരുന്നുണ്ട്. ഓക്കെ, hence molar conductance of weak electrolyte at zero concentration cannot be determined graphically. അപ്പൊ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും സീറോ കോൺസെൻട്രേഷനിൽ നമ്മുടെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസ് കാണാൻ പറ്റില്ല. കാരണം അപ്പോൾ എത്തുമ്പോൾ ഡിസോസിയേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റഡ് ആവും. സോ നമുക്ക് അവിടെ കോൺസെൻട്രേഷൻ മോളാർ കണ്ടക്ടൻസ് കാണിക്കാൻ പറ്റില്ലല്ലോ, കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ആയിരിക്കും. അപ്പം അതാണ് ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്.